ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന് തകർപ്പൻ വിജയം. ഗാലയിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ അവസാന ദിനം 168 റൺസിന്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കടക്കാനുള്ള ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഇന്ത്യ നിലനിർത്തിയിരിക്കുകയാണ്. 2 ഇന്നിംഗ്സുകളിൽ നിന്നായി 10 വിക്കറ്റ് നേടിയ മാനവ് സുതാറും ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലുമാണ് ഇന്ത്യൻ വിജയത്തിന്റെ നിർണായകമായ 2 താരങ്ങൾ. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2 ഇന്നിംഗ്സുകളിലും ലങ്കയുടെ ബാറ്റിംഗ് നിരയെ ഒതുക്കാൻ ഇന്ത്യൻ ബൗളിംഗ് നിരയ്ക്ക് കഴിഞ്ഞു. മലയാളി കൂടിയായ ദേവദത്ത് പടിക്കലാണ് കളിയിലെ താരമായി മാറിയത്. ഇംഗ്ലണ്ടിനെതിരെ ആരംഭിച്ച ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ബാറ്റിംഗ് തകർച്ച. ആദ്യ ദിനത്തിൽ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന്റെ ഒന്നാം ഇന്നിംഗ്സ് 171 റൺസിന് അവസാനിച്ചു. പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ 2 ബാറ്റർമാർക്ക് മാത്രമാണ് ഇംഗ്ലീഷ് ബൗളിങ്ങിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. 61 റൺസ് നേടിയ അബ്ദുള്ള ഷെരീഫാണ് പാക് ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ ബാറ്റർ. 5 വിക്കറ്റ് വീതം നേടിയ ഓലി റോബിൻസണും ജോഷ് ടങ്കും ചേർന്നാണ് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ തകർത്തത്. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചിട്ടുണ്ട്. ആദ്യ ദിനം കളി നിർത്തിയപ്പോൾ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് നേടിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിനെ മറികടക്കാൻ ഇംഗ്ലണ്ടിന് ഇനി 59 റൺസ് നേടിയാൽ മതി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ 6 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. സെപ്റ്റംബർ 5-നാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഉച്ചയ്ക്ക് 2:30 തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെ നേരിടും. മത്സരം ആരാധകർക്ക് സൗജന്യമായി കാണാനുള്ള പ്രവേശനമാണ് KCA നൽകിയിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ ക്രിസ് ഗെയിൽ കേരളത്തിൽ KCL കാണാൻ ഇത്തവണ എത്തുന്നു എന്നുള്ളത് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 29 തൃശൂർ ടൈറ്റൻസിനെതിരെ നടക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മത്സരം കാണാനാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിസ് ഗെയിൽ എത്തുന്നത്.